നമസ്തേ ബച്ചോ, കൈസേ ഹോ? ഹിന്ദി അക്ഷരങ്ങളൊക്കെ എഴുതി നോക്കാറുണ്ടോ? ടീച്ചർ ഇപ്പോൾ കുറേ ആയി ക്ലാസ് എടുത്തിട്ട്. കാരണം നിങ്ങൾ അക്ഷരങ്ങൾ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നും പ്രാക്ടീസ് ചെയ്തോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും നന്നായി എഴുതി നോക്കുന്നൊക്കെ ഉണ്ടാവും അല്ലേ? ഇന്ന് നമുക്ക് അധിക ദിവസമില്ല സ്കൂൾ തുറക്കാൻ. അപ്പോൾ ബാക്കിയുള്ള അക്ഷരങ്ങളും ചിഹ്നങ്ങളും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടാഠ ഠണ്ടണ്ട വരെയല്ലേ പഠിച്ചത്? ഇനി അത് കഴിഞ്ഞാൽ ഉള്ളതാണ് ടീച്ചർ പറഞ്ഞിരുന്നത്. എല്ലാവരോടും ശ്രദ്ധിക്കുക. ത ഥ ദ ധ ന തവർഗ്. ടാഠ ഠണ്ടണ്ട കഴിഞ്ഞാൽ ത ഥ ദന്തന്ന. തവർഗ് എന്നാണ് അതിൻ്റെ വേറൊരു പേര്. പ ഫ ബ ഭ മ പവർഗ്. പ ഫ ഭം ഭം മ. അടുത്തത് യാ രാ ലാ വ. ശ ഷ സ ഹ. ക്ഷ ത്ര ജ്ഞ. ഇതിന് വർഗ്ഗമൊന്നുമില്ല, അക്ഷരങ്ങൾ അങ്ങോട്ട് പഠിച്ചാൽ മതി. അപ്പം എല്ലാവരും ഇതും എഴുതി പഠിക്കുക, നേരത്തെ എഴുതി പഠിച്ചതുപോലെ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് സ്വരചിഹ്നങ്ങൾ. മലയാളത്തിലില്ലേ സ്വരചിഹ്നങ്ങൾ? അതുപോലെ തന്നെ ഹിന്ദിയിലും സ്വരചിഹ്നങ്ങളുണ്ട്. എന്താണ് സ്വരചിഹ്നങ്ങൾ? സ്വരാക്ഷരങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്നതാണ് സ്വരചിഹ്നങ്ങൾ. ഈ സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതിനൊക്കെ ഓരോരോ ചിഹ്നം ഉണ്ടാവും അതിന് പകരം. അതെന്താണെന്ന് ആദ്യം നോക്കുക. അപ്പോൾ ആ എന്നുള്ള സ്വരാക്ഷരത്തിന് ചിഹ്നമില്ല, അതുകൊണ്ടാണ് ഒരു ചെറിയൊരു വരയിട്ടത്. കാരണം എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളിലും ആ എന്ന സ്വരം അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഏത് വ്യഞ്ജനാക്ഷരം പറഞ്ഞു നോക്കിയാലും അതിന് ആ എന്നുള്ള ഒച്ച കേൾക്കും. ക കണ്ടോ? ആ എന്ന് കേൾക്കണ പ ത സ ന. അപ്പം അതിന് ചിഹ്നം ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ബാക്കി ഇതൊക്കെ വരണമെങ്കിൽ നമ്മൾ ചിഹ്നങ്ങൾ കൊടുക്കണം. അപ്പം ആന്നാക്കണം. അപ്പം ഈ വര ഇതാണ് അതിൻ്റെ സ്വരചിഹ്നം. കാ. ഇനി ടീച്ചർ അത് വ്യഞ്ജനാക്ഷരത്തിൽ എഴുതി കാണിച്ചു തരാം, എന്നിട്ട് ഉച്ചരിക്കുന്നതും പറഞ്ഞുതരാം. അപ്പം ആ എന്നുള്ളതിൻ്റെ സ്വരചിഹ്നമാണ് ഇങ്ങനൊരു വര, ടി പോലെ. ടി എന്നുള്ളത് ഇത് മുകളിലുള്ള വരയാണ്, ഹിന്ദി അക്ഷരങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ടാവുന്ന വര. ഇ എന്നുള്ളത് ഇടത്തോട്ടൊരു വള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഈയോ വലത്തോട്ടൊരു വള്ളി. കീ പീ എന്നൊക്കെ ആവണമെങ്കിൽ. ഊ എന്നുള്ളത് ഇതുപോലൊരു ചിഹ്നം. കൂ ചു പൂ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ താഴെ ഈ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. മലയാളത്തിൽ നമ്മൾ ഇങ്ങനൊരു ഇതില്ലേ കെട്ടുപുള്ളി, അതിന് പകരം ഹിന്ദിയിലുള്ളതാണ് ഇങ്ങനത്തെ ചിഹ്നം. ഊൻ്റെ ചിഹ്നമാണ് ഇങ്ങനെ. ഒരു എന്നുള്ളത് സി പോലെ. എ എന്നാവണമെങ്കിൽ അക്ഷരങ്ങളുടെ മുകളിൽ ഇതുപോലെ ഒരു വരയും ഒരു ചെരിച്ച വരയും കൊടുക്കണം. കെ എന്നൊക്കെ ആവണമെങ്കിൽ കാലിൻ്റെ മുകളിൽ ഒരു വര ഇട്ട് കൊടുക്കുക ഇതുപോലെ. കൈ എന്നാവണമെങ്കിൽ ഈ രണ്ട് വര. അപ്പം ഐ എന്നുള്ളതിൻ്റെ ചിഹ്നമാണ് രണ്ട് വര. പിന്നെ ഓൻ്റെ ചിഹ്നം താഴെ ഒരു വര, പിന്നെ മുകളിലൊരു വര ചെരിച്ചിട്ട്. ഔ ഇതേപോലെ താഴത്തൊരു വര, മുകളിൽ രണ്ട് വര. അന്നാവണമെങ്കിൽ ഒരു കുത്താണ് അക്ഷരത്തിൻ്റെ മുകളിലിട്ടുണ്ട്. അഹ സൈഡിൽ രണ്ട് കുത്ത്. ഇനി എങ്ങനെയാണ് വ്യഞ്ജനാക്ഷരങ്ങളിൽ ഈ ചിഹ്നം ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം നമുക്ക് ആദ്യത്തെ വ്യഞ്ജനാക്ഷരത്തിൽ ചിഹ്നം ഇട്ട് നോക്കാം. ഏതാണ് ആദ്യത്തെ വ്യഞ്ജനാക്ഷരം? ക. നോക്കില്ലായിരുന്നു. കാന്നിവിടെ ആദ്യം കൊടുക്കുക. ചിഹ്ന കാക്ക് വേണ്ട, കാരണം അതിൽ ആ എന്നുള്ള സ്വരം അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കാ എന്നാക്കണം. അപ്പം എന്ത് ചെയ്യും? കാൻ്റെ അടുത്ത് ഈ ഒരു വര ഇട്ട് കൊടുത്താൽ മതി. കാ. ഇനി കീ ആവണമെങ്കിൽ കാ എഴുതുക, അതിൻ്റെ ഇടത്തോട്ടൊരു വള്ളി കീ. കണ്ടില്ലേ? പിന്നെ കീ, കാൻ്റെ അടുത്ത് വലത്തോട്ട് വള്ളി. കൂ ആവണമെങ്കിലോ കാ എഴുതുക, അക്ഷരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കൂ. അതെങ്ങനെയാണ്? കാ എഴുതുക, ഊൻ്റെ ചിഹ്നം അക്ഷരത്തിൽ കൊടുക്കുക. കൂ. ഇനി കൃ, കൃഷ്ണൻ എന്നൊക്കെ എഴുതില്ലേ? അപ്പം കാൻ്റെ ഇടയിൽ ഈ സി ചിഹ്നം, അതിൻ്റെ ചിഹ്നം ഇടുക. പിന്നെ കെ. കാ എഴുതുക, മുകളിലൊരു ചെരിച്ച വര. കൈ ആവണമെങ്കിൽ കാൻ്റെ മുകളിൽ രണ്ട് ചെരിഞ്ഞ വരകൾ കൊടുക്കുക. ഓ ആവണമെങ്കിലോ കാൻ്റെ അടുത്ത് ഓ ചിഹ്നം. കാ പ്ലസ് ഓ കോ. കാ പ്ലസ് ഔ കൗ, ഈ ചിഹ്നം ഔൻ്റെ ചിഹ്നം. കമ്മാവണമെങ്കിൽ കാൻ്റെ മുകളിൽ വിസർഗം കഹ, രണ്ട് കുത്ത് സൈഡിൽ. ഇതൊന്നും അങ്ങനെ എപ്പോഴും ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ട് ചിഹ്നങ്ങൾ എഴുതി പഠിക്കണം. ഒരു 10 പ്രാവശ്യമെങ്കിലും ചിഹ്നങ്ങൾ, സ്വരാക്ഷരങ്ങൾ എഴുതുക, താഴെ മനസ്സിരുത്തി അത് പഠിക്കുക. ആൻ്റെ ചിഹ്നം ഒരു വര, ഈൻ്റെ ഇങ്ങനെ ഇടത്തോട്ട് വിടുക, അങ്ങനെ അത് പഠിക്കുക. എന്നിട്ട് കാ എന്നുള്ള വ്യഞ്ജനാക്ഷരത്തിൽ ചിഹ്നം എഴുതി കാണിക്കുക. പിന്നെ നിങ്ങൾ കവർഗത്തിൽ വരുന്ന ബാക്കി അക്ഷരങ്ങളിൽ സ്വന്തമായിട്ട് ചിഹ്നം എഴുതിയിട്ട് ഫോട്ടോസ് അയച്ചു തരും. നോക്കട്ടെ ആരൊക്കെ ശരിയാക്കണം. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെയൊക്കെ ചെയ്യുക.
ബാക്കിയൊക്കെ നമുക്ക് സ്കൂൾ തുറന്നിട്ട് ഒന്നും കൂടി ഇത് ആദ്യം മുതൽ പഠിക്കാം. ഈ ഉള്ള സമയത്ത് നിങ്ങൾ നന്നായി ഇത് എത്രത്തോളം എഴുതി പഠിക്കണോ അത്രയും നല്ലതാണ്. ധന്യവാദം.